അവൻ അടിമയെ സ്നേഹിക്കുന്നു. അവൻ്റെ സ്നേഹം ഒരു സ്നേഹത്തും കൊണ്ട് അളക്കാൻ പറ്റാത്ത സ്നേഹമാണ്. നമ്മൾ റബ്ബിൻ്റെ സ്നേഹം പല ഉദാഹരണങ്ങളിലൂടെ ഇവിടെ പറയുന്നെങ്കിലും അതൊന്നും ഒരിക്കലും റബ്ബിൻ്റെ സ്നേഹം അളക്കാനുള്ളൊരു മാർഗ്ഗമല്ല. നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു മാർഗ്ഗമാണ്, പക്ഷെ റബ്ബിൻ്റെ സ്നേഹം അളക്കാനുള്ള മാർഗ്ഗമല്ല. നമ്മൾ ചിലപ്പോൾ ഉമ്മാടെ സ്നേഹം കൊണ്ട് റബ്ബിൻ്റെ സ്നേഹത്തെ അളക്കും, അല്ല, അത് മനസ്സിലാക്കാനാണ്. പക്ഷെ അവൻ്റെ സ്നേഹം ഒരിക്കലും നമുക്ക് അളക്കാൻ പറ്റൂല. എന്നാൽ നമുക്ക് അങ്ങോട്ടെങ്ങനെ ഉള്ളത്, നമുക്കൊരു അളവ് കോലുണ്ട് സ്നേഹിക്കേണ്ടത്, അതിനപ്പുറമില്ല, അല്ലേ? ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഉമ്മ ഒരു ചെറിയ കുട്ടിയെ ആവാത്തൊരു കുട്ടിയെന്ന് സങ്കല്പിക്കാം. ആ കുട്ടി ഒരു സ്ഥലത്ത് ഇരുത്തി, ഒരു കസാരക്കപ്പുറം ഇരുത്തി. ഉമ്മയുടെ ഒരു കൂട്ടുകാരിയെ കണ്ടപ്പോൾ ആ ഉമ്മ ആ കൂട്ടുകാരിയോട് സംസാരിക്കാൻ ഒരു 2 കസാര അപ്പുറം ആ കൂട്ടുകാരിയോട് സംസാരിക്കാനുണ്ട്. ഉമ്മാക്ക് അവിടുന്ന് നോക്കിയാൽ കുഞ്ഞിനെ കാണാം, പക്ഷെ കുഞ്ഞിന് ആ പ്രായത്തിലെ കുഞ്ഞിനെ കാഴ്ച നമുക്കറിയാലോ, ഉമ്മാനെ കാണാൻ പറ്റില്ല, കാരണം മുമ്പിൽ കസാര എന്ന മറയുണ്ട്. കുട്ടി അവിടെ ഉണ്ട്, ഉമ്മ ശ്രദ്ധിക്കുന്നുണ്ട്. 1-2 കസാര നീക്കിയാൽ എത്താവുന്ന ദൂരത്തിലേ ആരുള്ളൂ, ഉമ്മ ഉള്ളൂ. പക്ഷെ ഈ കുഞ്ഞിന് ഉമ്മാനെ കാണുന്നില്ല, കാരണം കുട്ടി ചെറുതാണ്, കാഴ്ചയും ചെറുതാണ്, കസാര ആ കുട്ടിയുടെ മുമ്പിൽ വലിയൊരു മറയാണ്. പക്ഷെ ഉമ്മാക്ക് അങ്ങനെയല്ല, ഉമ്മാക്ക് ഈ കുഞ്ഞിനെ പോലെയാണ് നമുക്ക് അള്ളാഹു. മഅയ്യത്ത് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അള്ളാഹുവിനെ മഅയ്യത്ത് അനുഭവിക്കുക. ലാ തഖഫ് ഇന്നല്ലാഹ മഅി, നീ പേടിക്കേണ്ട, അള്ളാഹു നിന്റെ കൂടെ ഉണ്ട് എന്നൊരു മഅയ്യത്തുണ്ട്. അള്ളാഹു കൂടെ ഉണ്ട് എന്നുള്ള ഒരു ബോധമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള മഅയ്യത്ത്. ഇതുപോലെയാണ് ഈ കുട്ടീനെ പോലെയാണ് നമുക്ക് അള്ളാഹുവിനോട്. ഒരു കസാര നീക്കിയാൽ അപ്പുറത്ത് ഉണ്ട് റബ്ബ്, പക്ഷേ നമുക്ക് കാണുന്നില്ല, നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. കാരണം നമുക്ക് ഈ കുഞ്ഞിൻ്റെ പ്രായമായിട്ടുള്ളൂ റബ്ബിനെ കുറിച്ചുള്ള തിരിച്ചറിവ്. റബ്ബ് നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് ഈ കുഞ്ഞിൻ്റെ ബോധത്തിലേ നമുക്കായിട്ടുള്ളൂ. പക്ഷെ അള്ളാഹു കൂടെ തന്നെ ഇല്ലേ?